ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ല ബെസ്റ്റായിട്ട് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണ നമുക്ക് വേണം ആവശ്യമായിട്ട്. വെളിച്ചെണ്ണ തന്നെ പ്രത്യേകം ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. വേറെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കടുക്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കടുകിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയ ജീരകം കൂടി. വലിയ ജീരകം അല്ല, ചെറിയ ജീരകമാണ്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഞാനിപ്പോൾ ഒരു 50 ഗ്രാം അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തതാണ്. നമ്മുടെ ഈ ചോപ്പറിൽ വെജിറ്റബിൾ ചോപ്പർ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൈവച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക, അങ്ങനെ ചെയ്താലും മതിയാവും. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ എത്രത്തോളം ചമ്മന്തി വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 കുടം വെളുത്തുള്ളി എല്ലാം ഉണ്ട്. വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒരു അല്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം ഇട്ടിട്ട് പെട്ടെന്ന് അതങ്ങനെ മൂപ്പിച്ച് അങ്ങനെ എടുക്കരുത്. എങ്കിൽ പിന്നെ ആ ഒരു ടേസ്റ്റിന് ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ പേരിൽ പതുക്കെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം ഒന്ന് കുറച്ച് വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയാൽ മാത്രം മതിയാവും. നമുക്കിത് വന്നിട്ട് രാവിലത്തെ ദോശയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഒന്നാണ്. വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും വെച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ ലെമൺ റൈസൊക്കെ തയ്യാറാക്കില്ലേ, അതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ കേടാകാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിക്കാനും പറ്റുന്നതാണ്. പെട്ടെന്നൊന്നും അങ്ങനെ കേട് വരില്ല. കാരണം നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് കേടാകുന്നതൊന്നും നമ്മളിതിലേക്കൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറൊന്നും ആയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ ആ കളറൊന്നും മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലി എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മുഴുവൻ മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അത് 1 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും. അപ്പോൾ ഈ മുഴുവൻ മല്ലിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മല്ലി വന്നിട്ട് നന്നായിട്ട് വറുത്തെടുത്ത മല്ലിയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ പച്ച മല്ലിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ചെറിയ രീതിയിൽ നമ്മുടെ മല്ലിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി. നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് കുറച്ചധികം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എരിവായിട്ടുള്ള ചമ്മന്തിയാണിത്. ഒരു 2 സ്പൂണോളം മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതിൻ്റെ പേരിലാണ് 2 സ്പൂണോളം ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് ഇതുപോലെ ചെറിയ ചൂടിലിരുന്നിട്ട് നമ്മുടെ ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. ഫ്ലെയിം ഞാനിപ്പോൾ ഒരുപാട് വെച്ചിട്ടില്ല. അതായത് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ അല്ല വെച്ചിട്ടുള്ളത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്
ഏകദേശം 1 കപ്പോളം വെള്ളം കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കാവുന്നതാണ്. അതിന് ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മളൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത്രയും കട്ടിക്കായിരിക്കും നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങണം. അതായത് ഏകദേശം ഒരു 1/2 കപ്പും കൂടുതലുമായിട്ട് ആ വെള്ളം ഒന്ന് വറ്റി തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ചമ്മന്തി നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരുന്നത്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിന് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുഴുവൻ പുളി ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ മുഴുവൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ പുളിയെല്ലാം നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ആകണം. അതുവരെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പുളി ആവശ്യത്തിനുണ്ടോ, ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ. കാരണം കുറച്ച് എരിവുള്ള ചമ്മന്തി ആയതിൻ്റെ പേരിൽ തന്നെ ഉപ്പും പുളിയും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചമ്മന്തി ഇത്രയും കട്ടിക്ക് മതിയെങ്കിൽ ഈ ഒരു സമയം തന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം 2-3 മിനിറ്റ് നല്ലതുപോലെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതല്ല വീണ്ടും കുറച്ചുകൂടി കട്ടിയായിട്ട് മതിയെങ്കിൽ വീണ്ടും കുറച്ചും കൂടി സമയത്ത് നമ്മളൊന്ന് വറ്റിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. നമ്മുടെ ഈ ചമ്മന്തിയൊക്കെ ഒന്ന് വഴറ്റി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റും കൂടുതലായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത എണ്ണയ്ക്ക് ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാണ് ഞാനിപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി ഒന്ന് ഫൈനൽ സ്റ്റേജ് ആക്കി എടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് മുമ്പേ തന്നെ നമുക്കിത് മതിയാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് പുറത്ത് വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കട്ടി ചമ്മന്തിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ ഒരു പീസ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ സാധാരണ ഇത് ചെറിയ ശർക്കരേനേക്കാളും കുറച്ചുകൂടി വലിയൊരു പീസാണ് കേട്ടോ. ഒരു വലിയ നെല്ലിക്കയുടെ സൈസിന് ഒരു ശർക്കര പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പുളിവും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് അളവിൽ ശർക്കര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഈ ഒരളവിൽ. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി. നമ്മുടെ സാധാരണ സാമ്പാർ കായം തന്നെയാണ്. ഈ കായപ്പൊടി നമ്മളിതിലേക്ക് മിക്സ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. മറക്കാതെ ഒന്ന് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തേക്കണം. കായപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം കൂടി നമ്മുടെ ഈ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുകി വരണം. അതായത് ലാസ്റ്റ് സമയത്ത് മാത്രമേ നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാവും, ഒരുപാട് മുമ്പേ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കായപ്പൊടിയും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ചമ്മന്തിയാണ്. ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും. ഞാൻ പറഞ്ഞതുപോലെ ദോശയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വെച്ച് വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.